മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കർക്കിടകം രാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഡിസംബർ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം തീയതി അമാവാസി, 7-ാം തീയതി വിഷ്ണു സപ്തമി, 11-ാം തീയതി ഗുരുവായൂർ ഏകാദശി, 13-ാം തീയതി പ്രദോഷവ്രതം, 15-ാം തീയതി പൂർണിമ, 19-ാം തീയതി ചതുർത്ഥി, 26-ാം തീയതി സഫല ഏകാദശി, 28-ാം തീയതി പ്രദോഷവ്രതം, 29-ാം തീയതി മാസ ശിവരാത്രി, 30-ാം തീയതി അമാവാസി എന്നിവയായിരിക്കും ഈ മാസത്തിലെ വിശേഷ ദിവസങ്ങൾ. ഇനി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകം രാശിയിലും കേതു കന്നി രാശിയിലും സൂര്യനും ബുധനും വൃശ്ചികം രാശിയിലും ശുക്രൻ ധനുരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുന്നത്. ശുക്രൻ ഡിസംബർ 2-ാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്കും പിന്നീട് 28-ാം തീയതി അവിടെ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന സൂര്യൻ ഡിസംബർ 15-ാം തീയതി ധനുരാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. മാസാരംഭത്തിൽ വൃശ്ചികം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചതയം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ഡിസംബർ 27-ാം തീയതി പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. ചതയം രാഹുവിൻ്റെയും പൂരുരുട്ടാതി ഗുരുവിൻ്റെയും ആധിപത്യത്തിലുള്ള നക്ഷത്രങ്ങളാണ്. ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഡിസംബർ 7-ാം തീയതി വക്രഗതിയിൽ ആകുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഈ സമയത്ത് ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഇത് ചിലപ്പോൾ കാലാവസ്ഥ മാറ്റം കാരണമോ മറ്റും ആകാം. ചില സമയത്ത് തലവേദന, നേത്രസംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അലട്ടുവാനും സാധ്യതകളുണ്ട്. എങ്കിലും മേജർ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നീചസ്ഥാനത്താണ്. അതിനാൽ പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. 5-ൽ ഡിസംബർ 15-ാം തീയതി വരെ ബുധാദിത്യ യോഗം നടക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി കുറച്ചൊക്കെ അനുകൂലമായിരിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി അലസത വെടിഞ്ഞ് നന്നായി പരിശ്രമം ചെയ്യുന്നവർക്ക് അതിൻ്റെ ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വയുടെ സ്ഥിതി മോശമാണെങ്കിലും 5-ൽ ഗുരുവിൻ്റെ ശുഭദൃഷ്ടി പതിക്കുന്നത് കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. എങ്കിലും നിങ്ങളുടെ ക്രോധത്തിൽ വർധന ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഒരു സൗമ്യത പുലർത്തുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 8-ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ്. എങ്കിലും ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായതിനാൽ
കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളില്ല. കാരണം ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട്. എങ്കിലും ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് കാരണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ചില്ലറ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ്. ഗുരു ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ഈ സമയത്ത് ഗുരുവിൻ്റെ മേൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവവും ഇല്ല. അതിനാൽ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നുണ്ട്. 9ാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇവിടെ രാഹു തനിയെ നിൽക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് കാര്യങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഇത് സമയത്ത് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും സെലക്ഷൻ ലഭിക്കുവാൻ യോഗമുണ്ടാകും. വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ധാർമ്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ഇത് ശുഭ സമയമായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ഭാവാധിപൻ ചൊവ്വ നീചസ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഓഫീസിൽ എല്ലാവരുമായും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. അല്ലാത്ത പക്ഷം ചില വിവാദങ്ങളും മറ്റും ഉണ്ടാകുന്നതും അത് കരിയറിനെ നെഗറ്റീവായി ബാധിക്കുന്നതുമായിരിക്കും. പുതിയ ജോബിന് ശ്രമിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും. വ്യാപാരി വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും. 7ൽ ശുക്രൻ നിൽക്കുന്നതും ഭാഗ്യസ്ഥാനാധിപൻ ഗുരു ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ഇൻകം വർദ്ധിക്കുവാനും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും. എങ്കിലും 7ൽ ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതിനാൽ പാർട്ട്ണർഷിപ്പിലുള്ളവർ ഏതു തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ. ഇതാണ് കർക്കിടകൻ രാശിക്കാരുടെ വർഷം 2024 ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.